ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ആ അമ്മ പ്രിയ നല്ല കുട്ടിയാണല്ലേ. എടാ ആ സതീശന് പകരം ഞാൻ ഓൺ സൈറ്റിൽ പോയി അടിപൊളിയായിരിക്കും അല്ലേ? എന്തിനു? എടാ ലേഡി ഗായിക്ക് അവനെ വലിയ താല്പര്യമില്ല. അതാണ് എൻ്റെ ഒരു ഇത് തീർത്താ അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല തീർക്കാനായിട്ട്. നീ മടപടയെന്ന് അടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കോപം ഞാനത് അപ്പട്ടെ. അവളുടെ അപ്പനോട് ചോദിക്കൊരു കുപ്പി. ഹലോ ഹലോ, ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഞാനിവിടെ കൂട്ടുകാരോടെ. എന്തു പറ്റി? നീ ഇങ്ങനെ കളിച്ചോണ്ട് നടന്നു. എന്തൊക്കെ ആയിരുന്നു? പ്ലാൻ ചേർത്തോളം മതി, ഇനി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഡാ പപ്പയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പപ്പയ്ക്കാ? എന്തിനി? നിനക്കിട്ട് മുട്ടം പണി വരുന്നുണ്ട്. അത് തന്നെ അമ്മാവൻ നിന്നെ തെല്ലാൻ ആളെ വിട്ടിട്ടു. ആര് ആര്? അമ്മാവനോ? ഷംസീറ സൗണ്ട് ഒന്ന് കുറച്ചടാ. ഹലോ, മനുഷ്യന്റെ സ്പൈനൽ കോഡ് വരെ അടിച്ചു പോയി. എന്ത് വിട്ടലാണ് ബബീഷേട്ടാ വിട്ടത്? നമ്മൾ വീഗാലാൻഡിൽ ടൂർ ഇറങ്ങിയല്ലേ, നിർത്തി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ. എന്നാലും മനുഷ്യത്വം വേണ്ടേ? പറഞ്ഞോളേട്ടാ, എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ബീഫുണ്ടോ? ബീഫ് ഉണ്ടല്ലോ. എന്നാ 3 ഓംലെറ്റ്. അല്ലളയ ടച്ചിങ്സ് വേണ്ടേ? ആ, ഇതിന്റെ ഇത്രയും ടച്ച് നീയാ, ബാക്കിയുള്ളതേ ഞാൻ ടച്ചിക്കോളാം. ചേട്ടാ ഇവിടെ ഒന്നും പറ്റില്ല. ഏതാ? ബീഫ് ഓർഡർ ചെയ്തിട്ട് ഓംലെറ്റിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റില്ലെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു ബീഫെങ്കിലും ഓർഡർ ചെയ്യണമെന്ന്. അല്ലേട്ടാ? അതല്ല, ഇവിടെ ഇന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള മറ്റു കസ്റ്റമർ ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പൊ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ലല്ലോ. ആ, അവിടെ ഒരുത്തനുണ്ട് കേട്ടോ. ഡേ, അവൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചേ. ഞാൻ വന്നോ? നീ എവിടെ ഇരി. അവിടെ കുറച്ച് ടീം വന്നിട്ട് വന്നാലും നിന്റെ മാവൻ എന്നെ തല്ല വരാൻ പറഞ്ഞി. പോലീസും കൊടുത്തേക്കുള്ളല്ലോ ഇവിടെ. നമുക്ക് വരുന്നോട് വെച്ച് കാണാം. ഏട്ടാ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പബ്ലിക്കലി മദ്യപിക്കുന്ന ഇരിക്കുന്ന കുട്ടിയെ. ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഫുട്ബോൾ കളിച്ചപ്പോൾ കൈ കയറിയ ഗ്ലാസ് ഒക്കെ എടുക്കാനായിട്ടേ. അതപ്പുറത്തേക്ക് എടുത്താ പോരെ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആരാ ബുദ്ധിമുട്ടുണ്ടെന്ന്? ഓൾ ക്ലിയർ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി കൊടുത്തു. നന്നായി. ഒഴിക്കലോട്ടാ കമത്തങ്ങട്. ബബീഷേട്ടൻ നമ്മൾ ഈ കടൽ പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ എങ്ങനെ തപ്പിയെടുക്കാനോ? നീ മിണ്ടരുത്. നീ എന്താ അവിടെ നിന്ന് പോലും പറഞ്ഞു? എന്ത് പോകുന്നു, പൊക്കുന്നു, പോരുന്നു അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മൂക്കിൽ സീബ്രയെല്ലാം ഇട്ടവനെ പൊക്കുന്നു മലത്തുവന്നൊക്കെ അല്ലേ? എന്തായി? അവനെന്റെ മുഖത്തിനിട്ട് അടിച്ച അടി, അവന്റെ തുരിഞ്ഞ മുഖം ഞാൻ മറക്കില്ലല്ലോട്ടാ. എടി, ഒരു ക്വാർട്ടർ പോലല്ലേ നിങ്ങളുടെ കയ്യിൽ? ഇന്നലെ ഫ്ലാറ്റിൽ വന്ന് മണമണാന്നടിക്കുമ്പോ ഓർക്കണമായിരുന്നു. ഒരു തുള്ളി പോലും ഇല്ല തരാൻ. ഓക്കെ ബൈ. അപ്പൊ ശരി. എടാ 2 പെഗ് വീട്ടിൽ കാണും. എടാ 2 പെഗ് എന്താവനാണ്? ഒരുത്തരം ഇവിടെ പ്ലാൻ പാട് നിൽക്കുമ്പോഴാണ് 2 പെഗ്. അതൊന്നും ആവൂല. നിനക്കത് പോരെ എങ്കിൽ അത് പറ. നീ എന്തുടൊക്കെയാണ് ഇനി വല്ല ബിംബ്രയും വിളിക്കേണ്ടി വരും. അതൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോ അവന് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. ആ ബൈച്ചേട്ടനെ ഒന്ന് വിളിച്ചു. അവിടെ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇത് എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. ഇതില് എന്നാ ബുദ്ധിമുട്ട്? കുപ്പിയുണ്ട്, ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഫുള്ളോടെ ഉണ്ട്. കണ്ടോ? ഇതിപ്പോ ഞങ്ങൾ എവിടെ കൊണ്ടുവച്ച് അടിക്കാനാ? അനിയൻ പറ. അതെ ചേട്ടാ, ഇവിടെ പോലീസൊക്കെ കറങ്ങി നടക്കണോണ്ടേ പുള്ളിക്കൊരു പേടി, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചില്ലേ, ഞാൻ സെറ്റാ. ശംശേര ഞാൻ നോക്കി. സീനൊന്നും ഞാൻ സെറ്റാക്കാന്ന്. നിനക്ക് സാധനം വേണ്ടേ? എവിടെന്ന്? എടാ 3 മണ്ടന്മാര് വന്ന് പെട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് പോരാ. അതൊക്കെ നല്ല പയ്യനല്ലേ? കണ്ടിട്ടേ കൊച്ചിയിലെ മുക്കും മൂലയൊക്കെ അറിയാവുന്ന പയ്യനാന്നാ തോന്നുന്നത്. കൂടെ നിർത്തിയാലേ 2 മിഷനോട് ഒറ്റ അടിക്ക് തീർത്ത് വീട്ടിൽ പോകും. നല്ലതായിരിക്കും. ഇത് ജീവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാ. നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരൂല. അല്ല, ഇപ്പൊ ധൈര്യമായിട്ട് ഓരോന്നും ഒഴിക്കാല്ലോ അല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേട്ടാ, ഒരു 3 എടുത്ത് മാറ്റി വെച്ചിട്ട് ബാലൻസ് എന്നാന്ന് വെച്ചാൽ ഇവർക്ക് എടുത്ത് കൊടുത്തു. നിനക്കൊരു തേങ്ങയും ഇല്ല. നീ ഇപ്പൊ തന്നെ നല്ല വാതയാ. അളിയാ, ഇത് ഞാനൊന്ന് മൂത്രം ഒഴിച്ചാണ്ടല്ലോ നല്ല ഫ്രഷ് ആവുന്ന എനിക്ക് തോന്നുന്നത്. ഐശ്വര്യമായിട്ട് പൊട്ടിക്കും. ഞാൻ പൊട്ടിക്കണോ? എന്നാലും എന്റെ ബൈജേട്ടാ, നിങ്ങളെ കൊണ്ടൊരു പൈൻ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അൺബിലീവബിൾ. അവിടെ ആർക്കെങ്കിലും ചോദിച്ചു നോക്ക്. ചോയ്ക്ക്. ഹലോ ബബിത,
ഞാൻ ചാള പിടിക്കാൻ വേണ്ടി എറണാകുളം വരെ വന്നേക്കുക. ആ ഇല്ലല്ല. വൈഫാ. വൈഫാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. ഇവിടെ പൈൻറ്റ് കിട്ടാത്തപ്പോഴാണ് വൈഫ്. താനി സാധനം ഒപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഇതൊക്കെ ആ ചേട്ടാ, ഇത് പപ്പൻ, ഞങ്ങളുടെ കൂട്ടുകാരനാ. ഭയങ്കരാണ്. ഭവിഷ്യേട്ടാ ഗുഡ് നൈറ്റ്. ഒഴിക്കട്ടെ. എനിക്ക് വേണ്ട, നിങ്ങൾ അത് ഷട്ട് ഡൗൺ ആയി. ഹായ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു സോൾവ് ആയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ ഈ പ്രേമൻ ആ ബിരിയാണി ചെമ്പെടുത്ത് പെണ്ണിന്റെ അപ്പന്റെ തലയ്ക്ക് ഒറ്റയാടി. അയ്യോ, അങ്ങനെ സേറയുടെ അമ്മാവന്റെ കൊട്ടേഷൻ ഞങ്ങൾ കൃത്യമായി തോട്ടിയിട്ട് പിടിച്ചു. मैंने उसके लिए केरला का टिकट खरीद लिया, मुझे और कुछ पता नहीं। केरला में कहाँ? कोचिन, कोची। കൊച്ചി. ठीक है. ഇയാൾ എന്തിനാ എത്രയും തിരക്ക് പിടിച്ചിട്ട് കൊച്ചിയിലേക്ക് പോയത്? ഇത് മൊത്തത്തിൽ ചക്കപ്പുഴുക്ക് കുഴഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ ആണല്ലോ സാർ. അയാൾക്കിപ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെങ്കിലും ആ ലാപ്ടോപ്പ് തുറന്ന് പാസ്വേഡ് എടുക്കണം. അതിന് ഹാർഡ് ഡിസ്ക് ഊരിയാ പോരെ? അതുകൊണ്ടൊരു കാര്യമില്ല. IT കമ്പനിയുടെ ലാപ്ടോപ്പ് അല്ലേ, എങ്ങാനും ടാമ്പർ ചെയ്യാൻ നോക്കിയാൽ സ്പോട്ടിൽ ഡേറ്റ എഗ്രേസ് ആവും. ഐ മീൻ ഡേറ്റ പ്രൊട്ടക്ഷൻ. രാജാ, ആകെ കൂടി 3ഉം 2ഉം 5 പേരുണ്ട് വിക്ടറിന്റെ കൂടെ. ഈ ഹാൻഡിക്യാപ് ടീം വെച്ച് നമ്മുടെ കണ്ണിപ്പെടാതെ എത്ര നാൾ ഇവർ നടക്കും? എക്സാക്ട്ലി സർ, നമ്മൾ ഇപ്പം അടിക്കണം. ഇതാണ് ടൈം. ഇപ്പം അടിച്ച ആ സപ്ലൈ ലിങ്ക് മൊത്തം നമുക്ക് കട്ട് ചെയ്യാം. അല്ല അത് ചെയ്യാം. കൊച്ചി അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയും കൂടെ കൊണ്ടുപോവാം. രാജാ, അല്ല തനിച്ചു വിട്ടു പോകാൻ അങ്ങനെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. ജസ്റ്റ് ഫോർ സേഫ്റ്റി സേക്ക്. കമോൺ. ഞാൻ സാമിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പപ്പേനെ കഫേന്ന് ഇങ്ങ് എത്തിച്ചോളും. എടാ പപ്പ എന്ത് വിചാരിക്കും? നിനക്കൊരു ഊബർ എടുത്ത് പോയാ എന്താ? പിന്നെ നീല പറഞ്ഞ നിന്റെ വീട്ടുകാരെന്നെ പൊക്കാനായിട്ട് കുറെ അലവലാദികൾ വിട്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അവരെ വായിച്ചെന്ന് ചാടി കൊടുക്കണ്ടല്ലോ. എന്തിനാണോ പാൻ്റൊക്കെ ഊരിയിട്ട് ഓടിയത്? എടി, ഞാൻ നിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഹായ്. ഈ തൊണ്ടി വെച്ചേ ആ തെണ്ടി എങ്ങനെ പിടിക്കും? അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? പ്രേമേട്ടനോ? ആ, പ്രേമേട്ടൻ. പുള്ളി രാവിലെ തന്നെ അടിയിൽ അലമ്പാന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ടേ. അയ്യോ, പ്രേമേട്ടൻ രാവിലെ തന്നെ ഹൈപ്പറായി. ഇല്ല, ഞാൻ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ഒരു വള്ളിയാ. പിന്നെ നിങ്ങളുടെ ഭാഗത്തിന് പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാനുള്ളതൊക്കെ എത്ര പെട്ടെന്ന് തീർത്തോ. അവനെ കണ്ടുപിടിച്ചേച്ച് നമ്മൾ ഇവിടുന്ന് പോവും. അത് മതി. അതിനൊരു വഴി പറഞ്ഞാടേ. വഴി ഓ, നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ പാർക്കിംഗ് സ്റ്റിക്കർ ഈ അപ്പാർട്ട്മെന്റിയാ. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ ആണെങ്കിൽ അയാൾ ഈ ബിൽഡിങ്ങിൽ തന്നെ കാണും. ആണെങ്കിലല്ല, ആണ്. എനിക്കാ തെളിവ് കിട്ടിയതേ അവൻ്റെ ഈ കൂറ പാൻറ്റീന്ന്. അല്ല, പിന്നെ നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ഓ, ഫസ്റ്റ് പാർട്ടീസാ. ഞാൻ ഉറക്കളിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കാണാനില്ല. ആകെ ടെൻഷനായി പോയി. നീ അന്ന് അവനെ കണ്ടതല്ലേ? ആരെ? മറ്റേ ടീമിലെ ചെറുക്കനെ നിങ്ങൾ കണ്ടതല്ലേന്ന്. അതിന് അപ്പൊ നിങ്ങൾ ഇവിടെ ഇറങ്ങും തപ്പ് കിട്ടണോട് പോവാൻ. പിന്നെ തപ്പം ഒരു മയത്തിലൊക്കെ മതി, അത് മതി. നമ്മൾ ഇന്ന് തന്നെ 3 പൊക്കുന്നു. ജോസ് ചേട്ടന്റെ മുന്നിൽ ഇട്ടോളൂ. എത്ര മേൻ ചാള മേടിച്ച് വീട്ടിൽ പോകും. ആരുടെ മുന്നിൽ? മേച്ചേരി ജോസ് ചേട്ടൻ്റെ. എന്തിന്? അച്ഛൻ്റെ വീട്ടിൽ നിന്നല്ലേ അമ്മ പെണ്ണിനെ അടിച്ചോണ്ടോ നോക്കിയത്? അവന്മാര് അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഫ്ലാറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ. അല്ല, ഈ ഒരേ പാർക്കിംഗ് സ്റ്റിക്കറിൽ പല ഫ്ലാറ്റിനെ അടിച്ചെടുക്കുന്ന ഒരു പ്രവണത ഈ ഏരിയയുടെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതൊരു വല്ലാത്ത പ്രവണതയായി. അങ്ങനെയൊന്നുമില്ല ബബീഷേട്ടാ, നമ്മൾ ഇതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. നമ്മൾ അവനെ ഇവിടുന്ന് തന്നെ തപ്പുന്നു, പൊക്കുന്നു, പോകുന്നു. പ്രേമേട്ടാ വെക്കോ ചേട്ടാ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞു.
ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്ഥിരതാമസം ആക്കിയല്ലോ എന്ന് ആലോചിക്കുക. വീട്ടിൽ ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്ത് പറ്റി? അതെ, വീട്ടില് പാന്റും കൊണ്ടൊരു ടീം വന്നിരിപ്പില്ലേ? പാന്റ് ഇവന്റെ ആണെങ്കിൽ നക്ഷത്ര പോലെ അനുസരിച്ച് അടി എനിക്കാ. അതിന് നിങ്ങളാന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. അവരെ കൂട്ടത്തിൽ മൂക്കിൽ റിഫ്ലക്ടർ ഒട്ടിച്ച് ഒരുത്തനുണ്ട്. അവൻ എന്തായാലും എന്നെ കണ്ടു കാണും. എടാ അവനൊന്നും കണ്ടു കാണൂലേ, ഇരുട്ടായിരുന്നില്ലേ? സൗര സമാധാനിപ്പിക്കുന്നതൊക്കെ നല്ല പരിപാടിയാ. പക്ഷെ എന്റെ സാഹചര്യം കൂടെ നോക്കണ്ടേ? നിന്റെ അടുത്ത് അവ എന്താ പറഞ്ഞേ? സെറയുടെ പപ്പയെ പിക്കുകയല്ലേ, നീ പോയി പിക്കി. പപ്പേ ആ സേരയുടെ പപ്പ അയാള് കുറ്റിയും പറിച്ചോണ്ടുണ്ട്. അതിന് ഇനി എന്ത് സ്കീമാണോ നോക്കിയിട്ട് വരാം. സാം എങ്ങോട്ടാണ് സാർ ഇത്ര തിരക്ക് പിടിച്ച്? ഞാൻ പ്രിയ വിളിക്കാതിരിക്കായിരുന്നു. ഒരു വെൽവെറ്റ് മോക്ക ക്യാപ്പച്ചിനോ കുടിക്കാൻ മനസ്സ് പറയുന്നു. പ്രിയക്ക് പ്രിയമുണ്ടെങ്കിൽ പോരുന്നോ എൻ്റെ കൂടെ? ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് ഫോൺ എടുത്തിട്ട് വരാം. ഓക്കെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എങ്ങോട്ടാ? ഒരു ചായ കുടിക്കാൻ. ബോബിന്റെ മെയിൽ കിട്ടിയിരുന്നോ? ആ ഓഹോ, അപ്പൊ എസ്കലേഷൻ കിട്ടിയാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുള്ള വാശിയിലാണോ? പ്രിയ എങ്ങോട്ടാ? ഞാനൊന്ന് സാമിന്റെ ഒപ്പം കോഫി ഷോപ്പ് വരെ. സാമിന് കോഫി വേണ്ടെന്ന് അർജന്റായിട്ടൊരു മെയിൽ അയക്കാണ്ടെന്ന് അല്ലേ സാം? അതെ. അല്ല പ്രിയ പോലെ കോഫി കുടിക്കാനല്ലേ? ഞാനങ്ങോട്ടാ. വാ വാ. ഞാൻ ഡാൻസ് കളിക്കണം എല്ലാവർക്കും നിർബന്ധം. പിന്നെ നമ്മുടെ TV മൊത്തം മാറ്റിയിട്ട് അവിടെ ഒരു LCD സ്ക്രീൻ വെച്ചിട്ട് എന്റെ സ്റ്റെപ്പ് ഇടണമെന്നാണ് ഇവര് പറയുന്നത്. വെൽവെറ്റ് മോക്ക കുടിക്കാനുള്ള പോക്ക നോ അളിയാത്. പപ്പ ഇത്രയും കാലം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അവന് മാപ്പില്ല. അവൻ ആ പെണ്ണിനെ കൊണ്ട് ഓൺ സൈറ്റിൽ പോവില്ല. പോവുകയാണേ അത് ഈ സാമായിരിക്കും.